ഇന്ന് നമ്മൾ 9ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ന് വളരെ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിൽ വളരെ സന്തോഷം. ഇന്ന് നമ്മൾ എടുക്കുന്നത് വിളവൂർക്കൽ പഞ്ചായത്തിലെ ഈഴക്കോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുള്ള ഒരു വീടാണ് നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു വീടാണ്. നമുക്കത് അകത്ത് കയറുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. ആദ്യം നമ്മൾക്ക് പുറമേയുള്ള ഭാഗങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് അകത്തോട്ട് കിടക്കാം. കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്, കാർ ഷെഡുണ്ട്. അതിന് പുറമെ നമുക്ക് ഫ്രണ്ട് കാണുമ്പോൾ പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെട്ട അനുയോജ്യമായ രീതിയിലാണ് ഈ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. നമുക്ക് കാർ പാർക്കിംഗ് സൗകര്യം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ഒരു ഇന്നോവ ക്രിസ്റ്റ അതുപോലുള്ള വലിയ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. നമുക്കിനി അകത്തോട്ട് കിടക്കാം. നമുക്ക് അകത്തോട്ട് കയറുമ്പോൾ തന്നെ അറിയാം, വളരെ മനോഹരമായ ഒരു വീടാണ്. 5 ബെഡ്റൂമിന്റെ വീടാണ്. ഇത് സ്ക്വയർ ഫീറ്റ് വന്നിട്ട് ഇത് സ്ക്വയർ ഫീറ്റ് കൂടുതലാണ്. 2200 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 5 സെന്റ് സ്ഥലമുണ്ട്. 5 സെന്റ് സ്ഥലത്തിനകത്താണ് ഈ വീടിരിക്കുന്നത്. അത് പോയിട്ട് 5 ബെഡ്റൂം ഉണ്ട്, 5 ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഒരു ലിവിങ് ഏരിയ പോലെ ഒരു ചെറിയ സ്ഥലമുണ്ട്. പിന്നെ ഹാള്, കിച്ചൺ, അടുക്കള, വർക്ക് ഏരിയ, ഇതെല്ലാം വളരെ സൗകര്യമുള്ള ഒരു വീടാണ്. നമുക്കിത് കാണുമ്പോൾ നമുക്കറിയാം. പിന്നെ TV സ്റ്റാൻഡ്, ബാക്കിയുള്ള ക്രമീകരണങ്ങളെല്ലാം എല്ലാ തടിയായാലും എല്ലാം തേക്കും തടി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. വർക്കുകളായാലും നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. ഡെക്കറേഷൻ വർക്കുകളായാലും എല്ലാം മനോഹരമാണ്. പിന്നെ നമ്മുടെ പൈപ്പിൻ്റെ ഫിറ്റിങ്സുകൾ മറ്റും അതെല്ലാം 10 വർഷം ഗ്യാരണ്ടിയുള്ള ഫിറ്റിങ്സുകളാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ജാഗോറിൻ്റെ ഇത് വന്നിട്ട് ജാഗോറിൻ്റെ സാധനമാണ്. ഇതെല്ലാം 10 വർഷം ഗ്യാരണ്ടി ഉള്ളതാണ് ജാഗോറിൻ്റെത്. നമ്മൾ കിച്ചണിലോട്ട് നോക്കുമ്പോൾ കിച്ചണിൽ നമ്മൾ ഈ സാധാരണ നോർമലി നമ്മൾ മുമ്പത്തെ വീടുകളിലൊക്കെ ചെയ്യും പോലെ തന്നെ ഉള്ള ഒരു ഇതാണ്. തേക്കും തടിയിലുള്ള ഒരു കിച്ചണിൻ്റെ ഒരു വർക്കാണ്. കൂടുതലും തടിയിലുള്ള വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു ന്യൂ ജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു വീടാണ്. നമ്മളിതിപ്പോൾ 2 നില വീടാണ്. ഇതിൽ താഴത്തെ ഫ്ലോറിൽ വന്നിട്ട് 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. മുകളിൽ 3 ബെഡ്റൂമാണ്. നമുക്കത് നോക്കാം. നമ്മൾ ഈ 5 ബെഡ്റൂം എന്ന് പറയുമ്പോൾ ചെറിയ ബെഡ്റൂമല്ല, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. അതുപോലെ തന്നെ ബാത്റൂം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ക്വാളിറ്റി. അതായത് എല്ലാ ജാഗോറിൻ്റെ ഫിറ്റിങ്സുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഇതിൻ്റെ വർക്കുകളും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇതൊരു ഷവർ സിസ്റ്റം ആയാലും എല്ലാ ജാഗോറിന്റെ ഫിറ്റിങ്സ് ആണ് ഇതെല്ലാം മൊത്തം. ഇത് നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം ഒരു തേക്കിന്റെ വിസ്മയം തന്നെയാണ്. ബാത്റൂം ഫിറ്റിങ്സ് ആയാലും ബാത്റൂം ഫിറ്റിങ്സിന്റെ ഏരിയ ആയാലും വളരെ വിശാലമായ ഒരു ബാത്റൂം ഏരിയ ഉണ്ട്. അതുപോലെ റൂമായാലും ഈ കുടുക്ക റൂമല്ല, അതായത് ഈ 5 ബെഡ്റൂമും വലിയ ബെഡ്റൂമുകളാണ്. നമ്മൾ അടുക്കള നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഓരോ വർക്കായാലും തടിയുടെ പണിയായാലും പിന്നെ നമ്മൾ ഈ വെള്ളത്തിൻ്റെതായാലും എല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോയിട്ട് തന്നെ ഈ അടുക്കള മാത്രമല്ല വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയയും നമുക്ക് അത്യാവശ്യം, അതായത് 2-3 പേർക്ക് നിന്ന് തിരിയാനുള്ള ഒരു സൗകര്യം, അതായത് സ്പേസ് കുറച്ച് കൂടുതൽ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് അടുക്കള ഒരു വലിയ വിശാലമായ ഒരു അടുക്കളയാണ്. നമുക്ക് നോക്കാം. ഇതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും സിങ്കും പാത്രം കഴുകേണ്ടതും നമുക്ക് അത്യാവശ്യം ഒരു പാചകം ചെയ്യേണ്ട ഒരു സംവിധാനവും ഈ വർക്ക് ഏരിയയിൽ ചെയ്തിട്ടുണ്ട്.
നമ്മുടെ ഈ വർക്ക് ഏരിയ തന്നെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങുന്നതിനും ഇവിടെ ഒരു ഗേറ്റ് പോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും കുറച്ച് സ്പേസ് ഉണ്ട്. നമുക്കിവിടെ നേരെ നോക്കിയൊക്കെ കാണാം. നമുക്കൊരു കുറച്ച് സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് നിന്ന് തിരിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും ഉണ്ട്. രണ്ട് സൈഡും ഡോർ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ വർക്ക് ഏരിയ വരുമ്പോഴത്തേക്ക് നമുക്ക് എവിടെയാണോ സൗകര്യം അത് കണക്കാക്കിയിട്ടുള്ളത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വീടിന് അവർ ചോദിക്കുന്ന 90 ലക്ഷം രൂപയാണ് ഈ വീടിന് ചോദിക്കുന്നത്. നമുക്കത് നെഗോഷ്യബിൾ ആണ്. പക്ഷെ നിങ്ങൾ വന്ന് കണ്ട് നമുക്ക് വില സംസാരിക്കാം. ഓണറായിട്ടിരുന്ന് സംസാരിച്ച് നമുക്ക് വിലയിലൊരു തീരുമാനം ഉണ്ടാകും. മുകളിലത്തെ നിലയിലോട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ ഈ നമ്മൾ സാധാരണ രീതിയിൽ അലുമിനിയത്തിലൊക്കെയാണ് ഇത് ചെയ്യാറുള്ളത്, ഈ ഇരുമ്പിൻ്റെ. അപ്പോൾ ഇത് വന്നിട്ട് തേക്കാണ്. തേക്കിൻ്റെ ഇതിൽ വളരെ മനോഹരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ മുകളിലത്തെ നിലയിലോട്ട് വന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 3 ബെഡ്റൂമാണ്. 3 ബെഡ്റൂം നമ്മൾ വിചാരിക്കും ചെറുതാണ്, അങ്ങനെയല്ല. 3 ബെഡ്റൂമും വളരെ വലിയ 3 ബെഡ്റൂമാണ്. 5 സെന്റ് സ്ഥലമാണ്. അതാണ് ഞാൻ നേരത്തെ പറയുന്നത്, 5 സെന്റ് സ്ഥലത്തുള്ള വീടാണ്. അതുപോലെ ചെറിയൊരു ഹാളുണ്ട്. മുകളിൽ തന്നെ ഒരു ഹാളും നമുക്കവിടെ TV വെക്കേണ്ട ഒരു ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ. പിന്നെ നമുക്ക് ചായ കുടിക്കാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് പുറത്തോട്ടും ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. അതായത് നമുക്ക് വൈകുന്നേര സമയങ്ങളിലൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് ചായ കുടിക്കുവാനും അതിനുവേണ്ടി ഒരു പത്രമൊക്കെ വായിക്കുവാനും അതിനു വേണ്ടിയുള്ള ഒരു സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് റൂമിലോട്ട് പോകാം. താഴത്തെ റൂം പോലെ തന്നെയാണ് മുകളിലത്തെ റൂം. മുകളിലത്തെ ഈ വർക്ക് ഏരിയ ആയാലും ഈ നമ്മൾ അലമാര ആയാലും തേക്കിലുള്ള അലമാരയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാത്റൂം ഈ സൈഡിലാണ്. അത് കാണാത്തത് ഡോർ ഇങ്ങനെ തുറന്നു വെച്ചിരുന്നതുകൊണ്ട് കാണാത്തത്. ഈ ബാത്റൂം ഇവിടെയാണ്. ഇവിടെ ഒരു ചെറിയൊരു നമുക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് കണ്ണാടി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കാനും അത് കഴിഞ്ഞിട്ട് വിശാലമായ ഒരു ബാത്റൂം. ഈ ജാഗ്വാറിന്റെ കമ്പനിയാണ് ഈ ബാത്റൂംസിലെല്ലാം ഫിറ്റ് ചെയ്തിട്ടുള്ളത്. താഴത്തെ നിലയിൽ അതേ പ്രോസസ്സിംഗ് ആണ് ഇവിടെ മുകളിലും ചെയ്തിട്ടുള്ളത്. എല്ലാം മനോഹരമായിട്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകൂടെ പറയുകയാണ്, ചെറിയ റൂമല്ല, ഇതെല്ലാം ഈ 3 ബെഡ്റൂമും വലിയ ബെഡ്റൂമാണ്. ഇത് നമുക്ക് വന്ന് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതുപോലെ നമ്മൾ ഈ തറയായാലും ടൈലായാലും എല്ലാം വളരെ മനോഹരമായിട്ടുള്ള ടൈലാണ് ഈ തറയെല്ലാം ഇട്ടിട്ടുള്ളത്. ഇത് മുകളിലത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമാണ്. 2ാമത്തെ ബെഡ്റൂമിലും എല്ലാ റൂമിലും അലമാരകൾ ചെയ്തിട്ടുണ്ട്. ഇതും അതുപോലെയാണ്. വളരെ മനോഹരമായിട്ട് അലമാരയും അതുപോലെ തന്നെ ബാത്റൂമിന്റെ ഫിറ്റിങ്സ് നേരത്തെ പറഞ്ഞാൽ ജാഗ്വാറിന്റെ എല്ലാ സാധനങ്ങളും ജാഗ്വാറിൻ്റെതാണ്. എല്ലാം ഒറിജിനലാണ്. അതായത് ഗ്യാരണ്ടിയാണ്. 10 വർഷം ഗ്യാരണ്ടിയുള്ള സാധനങ്ങളാണ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വന്നിട്ട് 3ാമത്തെ ബെഡ്റൂമാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ചെറിയ റൂമെല്ലാം വലിയ ബെഡ്റൂംസ് ആണ്. ബെഡ്റൂംസ് തന്നെ ഈ ബാത്റൂം ആയാലും ബാത്റൂമും നല്ല ഏരിയ ഉള്ള ബാത്റൂമാണ്. എല്ലാം ജാഗ്വാറിൻ്റെതാണ്. പിന്നെ അത് പോയിട്ട് എല്ലാ റൂമിലും അലമാരയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയാണ് ഒരു സ്പേസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ വാഷിംഗ് മെഷീനിൽ നമുക്ക് തുണികൾ വിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നേരെ മുകളിലോട്ട്, അതായത് ഈ നമ്മളെ TV വെക്കുന്നതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ ചെറിയൊരു ഡോറുണ്ട്. ഈ ഡോർ വഴി നമുക്ക് മുകളിലോട്ട് പോയാൽ നമുക്ക് തുണി വിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്.